ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയാണ്. ഇന്ന് നമ്മൾ നുറുക്കോമുള്ളൊരു അപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമ്മുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് 4-5 മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് അരി കൂടിയാണ് വേണ്ടത്. നമ്മുടെ പച്ചരിയാണ്. ഇതും നന്നായിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസും ആയി പോകരുത്, ഒരുപാട് കട്ടിയുമായി പോകരുത്. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് പച്ചരിയും അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്കും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പച്ചരി ഒരു 75% അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ഒരുപാട് കൂടി പോകേണ്ട, ഇത്രയും മാത്രം മതി. കാരണം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല സോഫ്റ്റ് ആണല്ലോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങായും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ വെള്ളം അതനുസരിച്ച് ചേർത്ത് അരച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണിപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മളുടെ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കോരി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചും കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഇതുപോലെ നല്ല സൂപ്പറായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ വേറെയും റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.